നമസ്കാരം. ഇന്ന് എൻ്റെ പിന്നിൽ കിടക്കുന്നത് അർബാനയുടെ 10 സീറ്ററാണ്. അർബാനയുടെ 10 സീറ്റർ ആ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്ത 17 സീറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. കോൺട്രാക്ട് കാരേജ് ആയിട്ട് മാത്രം രജിസ്റ്റർ ആവുന്ന, അതായത് ശരിക്കും കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയായിരുന്നു 17 സീറ്ററെങ്കിൽ എൻ്റെ പിന്നിൽ കിടക്കുന്ന ഈ ഒരു അർബാനയുടെ മോഡലിന് ശരിക്കും ഒരു 9 സീറ്റ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് കൂടി രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ആ ഒരു കാര്യമുള്ള ഈ ഒരു അർബാനയുടെ ഈ ഒരു ഷോർട്ട് വീൽ ബേസിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു റീക്യാപ്പ്, നമ്മൾ ലോങ് വീൽ ബേസ് ഓടിച്ചിട്ടുണ്ട്, എന്നാലും ചെറിയൊരു റീക്യാപ്പ് പറയാം. അതായത് ഇതിൻ്റെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത് ഒരു ഫോർസിൽ 2.6 ലിറ്റർ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ഏകദേശം 115 HP-യും 350 Nm ടോർക്കുമാണ്. അതായത് ഒരു SUV കൈൻഡ് ഓഫ് ടോർക്ക് ആൻഡ് പവറുള്ള വണ്ടി എന്ന് പറയാം. അപ്പോൾ ഞാൻ ആ ഒരു വണ്ടി ഓടിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു അതിൻ്റെ റൈഡ് ക്വാളിറ്റി നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി ആധികാരികമായിട്ടത് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഇത്തിരി കൂടി കാറിലേക്കാണ്, ഓടിക്കാൻ ഇത്തിരി കൂടി ഒരു ഫൺ ഫാക്ടർ ഉണ്ട്, ഓടിക്കാൻ ഇത്തിരി കൂടി ഒരു സുഖമുണ്ട്. മാത്രമല്ല അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രപ്പോർഷൻ നല്ലതാണ്. ഇപ്പോൾ ഷോർട്ട് വീൽ ബേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് വീൽ ബേസ്, മീഡിയം വീൽ ബേസ്, ലോങ് വീൽ ബേസ് 3 വേരിയൻറ്റുകൾ അല്ലെങ്കിൽ വേർഷനുകൾ ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ ശരിക്കും ഒരു വിമാനം പോലുള്ള ഒരു വാൻ എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു അർബാനിയ. ഇത് 10 സീറ്ററാണ്, ടാക്സി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഒരു 9 സീറ്റർ വേരിയൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ലോങ് വീൽ ബേസിനേക്കാൾ കുറച്ചും കൂടി കൗതുകം കൊണ്ട് കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒത്തിരി കൂടി ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അതായത് വലിപ്പം കുറവായതുകൊണ്ട് പ്രപ്പോർഷനൊക്കെ തീർത്തും അഴകളവുകളിൽ സമ്പന്നമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടൊരു വാൻ ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ ട്രക്ക് ഓടിക്കുന്ന പോലെയുള്ള ഫീലൊന്നുമില്ല. പകരം നമ്മളൊരു സാധാരണ ഒരു SUV ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു വലിയ ഫോഴ്സ് ഗൂർക്ക ഓടിക്കുന്ന പോലെയുള്ള ആ ഒരു ഫീലിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വാൻ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വാൻ എന്ന് നിലയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു അർബാനയുടെ ഈ ഒരു ഷോർട്ട് വീൽ ബേസിനെ കാണാനുള്ളതാണ്. ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പ്രപ്പോർഷൻസ് ആണ്. അതായത് ആ ഒരു ബോണറ്റും അല്ലെങ്കിൽ ഹൈ റൂഫ് ലൈനും. ഹൈ റൂഫ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് നിൽക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ വലിയ ഒരു ഗ്ലാസ്സുകൾ, അതായത് വിൻഡോ ഗ്ലാസ്സുകളൊക്കെ തീർത്തും ചേരുന്നുണ്ട് ഈ ഒരു ചെറിയ ഷോർട്ട് വീൽ ബേസിൽ. അപ്പോൾ ആ ഒരു 2 ഗ്ലാസ്സുകൾ കണ്ടോ, വിൻഡോ ഗ്ലാസും കൂടാതെ ആ ഒരു ഡോറും കൂടാതെ ആ ഒരു വലിയ ഗ്ലാസും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പറയുമ്പോൾ ശരിക്കും പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിക്ക് ഒരിത്തിരി ഭംഗി കൂടി വേണം. അതായത് നമ്മുടെ വീട്ടിലൊരു പ്രൈവറ്റ് വണ്ടിയായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഒരിത്തിരി കൂടി ഒരു ഭംഗി വേണ്ടേ. അങ്ങനെ പറയുമ്പോൾ വീൽ ക്ലാഡിങ്ങുകളുണ്ട്, കൂടാതെ മനോഹരമായിട്ടുള്ള ആ ഒരു ഡിസൈൻ കാണാം. ഇപ്പോൾ വീലിൻ്റെ ആ ഒരു ക്ലാഡിങ്ങിനോട് കൂടി ചുറ്റപ്പെട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലാഡിങ് കൂടി ഉണ്ട്. അത് മാത്രമല്ല വീല് കണ്ടോ, ആ വീലിനകത്തൂടെ ആ ഒരു ബാക്ക് സസ്പെൻഷൻ ഞാൻ കാണിക്കാം. അത് മാത്രമല്ല വശങ്ങളിൽ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആണെന്നുള്ളത് ഊന്നി കാണിക്കേണ്ടതുണ്ട്. എനിക്ക് ലോങ് വീൽ ബേസിനേക്കാളും ഇഷ്ടപ്പെടുന്നത് ഷോർട്ട് വീൽ ബേസ് ആണ്. അതിന് കാര്യം എന്ന് പറയുന്നത് ആ ഒരു കൊണ്ടുനടക്കാനുള്ള ആ ഒരു ചക്കിയുള്ള ഒരു ഫീലും ഫണ്ണും മാത്രമല്ല, ഇത് കാണാനുള്ള ഒരു ക്യൂട്ട്നെസ്, ആ ഒരു പ്രപ്പോർഷൻ്റെ ഒരു ഭംഗി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 9 സീറ്ററിൻ്റെ കാര്യത്തിലേക്ക് ഒന്നുകൂടി വരാം. അതായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഏകദേശം 39 ലക്ഷം രൂപയോളം ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 22% ടാക്സ് പ്രൈവറ്റ് ആകുമ്പോൾ ആ ഒരു ടാക്സ് അടക്കം എനിക്ക് തോന്നുന്നു 39 ലക്ഷം രൂപയോളമാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പക്ഷേ 32,30,000 രൂപയോളമാണ് ഇതിൻ്റെ ഒരു 10 സീറ്ററിൻ്റെ ടാക്സി, അതായത് കൊമേഴ്ഷ്യൽ പെർമിറ്റിന് വരുന്ന ഒരു പ്രൈസ്. ആ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ടാക്സ് പുറമെയാണ്, കാരണം അത് ലൈഫ് ടാക്സ് അല്ലല്ലോ. ഇതൊരു മോണോകോക്ക് ബിൽഡുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിപ്പം നമുക്ക് എത്ര വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാനുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു കട്ടിങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുണ്ടാവും. കൂടാതെ നിവർന്ന് നിന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് അർബാനിയ എന്നുള്ളതാണ്. ഇനി പിന്നിലെ ആ ഒരു ലൈറ്റ് കണ്ടോ, ലൈറ്റ് മാത്രമല്ല 2 ഡോറുകളുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു ഫോഴ്സ് അർബാനിയ എന്നുള്ള ബാഡ്ജിങ് ഉള്ളൂ. നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ കാണാം, കൂടാതെ സ്റ്റെപ്പ് ഒരു ഭാഗം കാണാൻ, താഴെ ആ ഒരു സ്പെയർ വീൽ ഉണ്ട്. ഇനി ഈ ഒരു ഡോർ ഞാൻ തുറക്കാം കേട്ടോ. തുറക്കാമെന്ന് പറയുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോൾ 10 സീറ്ററാണ്, പക്ഷേ 9 സീറ്റർ ആണെങ്കിൽ, അതായത് 9 സീറ്റർ എന്ന് പറയുമ്പോൾ 2 and 1 സീറ്റും ആ നടുവിൽ ഇടനാഴി അങ്ങനെ കാണും. അങ്ങനെ പറയുമ്പോൾ ഈ ബാക്കിൽ റോ എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ബയോ ടോയ്ലറ്റോ അല്ലെങ്കിൽ അത്യാവശ്യം ലഗേജ് സ്പേസോ ഒക്കെ ആക്കി കൊണ്ടു നടക്കാൻ പറ്റൊരു വേഷൻ എന്ന നിലയ്ക്ക് ആ ഒരു 9 സീറ്ററിനെ കാണാവുന്നതാണ്. അകത്തേക്ക് നോക്കൂ, ആ ഒരു AC ബ്ലോവേഴ്സും കാര്യങ്ങളും കാണാം, ഹൈ റൂഫ് കാണാം, ഹൈ റൂഫിൽ AC കൺട്രോൾസ് കാണാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഇരിക്കണത് ആംറസ്റ്റൊക്കെ വെച്ച് സുഖമാനായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു 10 സീറ്റിൽ അത്യാവശ്യം സ്ഥലമുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല AC വെൻറ്റുകൾ നമുക്ക് നമ്മുടെ ഒരു സൗകര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ലൈറ്റൊക്കെ ഇട്ട് റീഡൊക്കെ ചെയ്ത് അങ്ങനെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അകത്തളമുള്ള അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയറുള്ള വണ്ടിയാണ്. മാത്രമല്ല നിന്നാലും ആ ഒരു ഹെഡ് റൂം ഉണ്ടോ, എൻ്റെ മുകളിലേക്ക് എനിക്ക് ഹെഡ് റൂം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ഥല സൗകര്യമുള്ളൊരു വണ്ടി എന്നുള്ളത് മനസ്സിലായില്ലേ. കൂടാതെ റാക്കിൽ ആ ഒരു സാധനങ്ങൾ വയ്ക്കാം. ഈ ഒരു ബ്ലോവറിൻ്റെ സംഗതികളുണ്ട്, ഒരിത്തിരി സ്പേസ് കുറവാണ്, എന്നാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത് മാത്രമല്ല താഴെയായിട്ട് ആ ഒരു USB പോർട്ടുണ്ട്. USB പോർട്ട് 2 കാണാം കേട്ടോ. അപ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ ഒക്കെ ആ ഒരു ഭംഗി തീർത്തും പറയേണ്ടതാണ്. കൂടാതെ നല്ല സീറ്റുകളാട്ടോ. 4, 4, 3, 7
7 2 9 9 1 10 10+1 അങ്ങനെ പറയുമ്പോൾ ആ ഒരു വില, അതായത് 39 ലക്ഷം 40 ലക്ഷം രൂപയ്ക്ക് ഒരു വാൻ എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ വാൻ എന്ന് വെച്ചാൽ സിനിമാക്കാരുടെ ആ ഒരു വലിയ കാരവാൻ പോലുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ കുറച്ചധികം ആൾക്കാരുണ്ട്, ലോങ് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു വലിയ വാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഇന്നോവ ഹൈക്രോസിൻ്റെ പ്രൈസിന് കിട്ടുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടി കാണാം. നിൽക്കാം, നടക്കാം, ഇരിക്കാം, കിടക്കാം, അങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിയാൽ കാറുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ ഈ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല, കാരണം നല്ല ചൂടാണ്. ഈ ഒരു റെയിലിലേക്കാണ് ആ ഒരു പിൻ ഡോറ് തുറക്കുക. അത് തുറക്കാനായിട്ട് ഇവിടെ ആ ഒരു ടു ക്ലോസ് ഫുൾ സ്ലൈഡ് എന്നും ആ ഒരു ഓപ്പൺ ക്ലോസ് ആ ഒരു സിമ്പിൾസും കാണാം. ഞാൻ എന്തായാലും തുറക്കാം കേട്ടോ. തുറന്നു കഴിയുമ്പോൾ വിശാലമായ അകത്തളമാണ് അർബാനയ്ക്ക്. മുന്നിലെ ഡോർ പാഡിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 തട്ടുകളായിട്ട് 2 നില സ്റ്റോറേജ് സ്പേസ് ആണെന്ന് പറയാം. സ്പീക്കേഴ്സിൻ്റെ ആ ഒരു ഗ്രില്ല് കാണാം. അത് മാത്രമല്ല ചവിട്ടി കയറുന്നിടത്ത് ഒരു ലൈറ്റ് കൂടി ഉണ്ട്, അതായത് കാണാനായിട്ട്. അത് മാത്രമല്ല ഗ്ലാസ് ബ്രേക്കാനായിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രേക്കർ കൂടി കാണാം. ഇതാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും, ഇതാണ് ആ ഒരു റിക്ലൈനിൻ്റെ സ്വിച്ചും എന്ന് പറയുന്നത്. ഇനി പെഡൽസൊക്കെ വെൽ ലെയ്ഡ് ഔട്ടാണ്, ഡെഡ് പെഡലില്ല എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. ഇതാണ് അർബാനയുടെ ആ ഒരു 2.6 ലിറ്റർ മെഴ്സീഡീസ് ബെൻസിന് ഡെറിവ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീസൽ എഞ്ചിൻ എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള എഞ്ചിൻ പേയാണ്. ആ എഞ്ചിൻ പേക്കകത്ത് ആ ഒരു എഞ്ചിൻ വൃത്തിയതിനെ വെച്ചിട്ട്, കൂടാതെ ബോണറ്റ് ഇൻസ്റ്റലേഷനൊക്കെ കാണാം. അത് മാത്രമല്ല 115 HP എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരു 80 കിലോമീറ്റർ സ്പീഡ് ഗവർണർ ഉണ്ട്. പക്ഷേ പ്രൈവറ്റായിട്ട് പോകുമ്പോൾ ആ ഒരു സംഗതി ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ നമുക്കിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അർബാനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാറുകളുടേതുപോലുള്ള ഈ ഒരു കീല് ലോക്ക് അൺലോക്ക് ബട്ടണും ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ബട്ടണും കാണാം. ഇതാണ് അർബാനയുടെ കീ. ഫോഴ്സിൻ്റെ ആ ഒരു ലോഗോ മുദ്രണം ചെയ്തിട്ടുണ്ട്. 1500 മുതൽ 2500 വരെയുള്ള ആ ഒരു മീറ്ററിൽ, ടാക്കോമീറ്ററിൽ ഒരു ചെറിയ ഗ്രീൻ മാർക്കിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എക്കണോമിക്കലായിട്ട് ഓടിക്കാനുള്ള ഒരു മാർക്കിംഗ് ആണത്. അപ്പോൾ 5ാമത്തെ സ്പീഡിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ ഓടിക്കുമ്പോഴും വണ്ടിക്ക് കാര്യമായിട്ടുള്ള ആ ഒരു നോക്കിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് കുറഞ്ഞ സ്പീഡിൽ കൂടിയ ഗിയറിൽ ഓടിക്കാൻ പറ്റുമെന്നുള്ളത് ഫ്യൂൽ എഫിഷ്യൻസി കാര്യമായിട്ട് കാണാം. എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചൊരു മൈലേജ് കിട്ടിയാലും ഇത് ശരിക്കും നല്ല വർത്താണ്. കാരണം 9 പേര് സുഖമായിരുന്നു യാത്ര ചെയ്യുന്ന, ഇടയ്ക്ക് എണീച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നു മൂവിങ് ഹോം എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ലിവിങ് റൂം എന്ന നിലയ്ക്കോ കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടിയാണിത്. 17 സീറ്ററിൻ്റെ പോലെ ആ ഒരു നീണ്ട നില സീറ്റല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് അങ്ങോട്ട് ആ ഒരു ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ ഡാഷ്ബോർഡ് എന്ന് കാണിക്കാം. ഇതാണ് ഫോഴ്സ് അർബാനയുടെ ആ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അത് മാത്രമല്ല USB പോർട്ടും ഓക്സ് പോർട്ടും കാണാം. 12 വോൾട്ട് ആ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഡാഷ്ബോർഡ് മൗണ്ടഡ് ഗിയറാണ്, അല്ലെങ്കിൽ എന്താ പറയുക, കൺസോൾ മൗണ്ടഡ് ഗിയറാണ്. 5 സ്പീഡ് റിവേഴ്സും ഉണ്ട്. കൂടാതെ ഇതാണ് AC കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഇതതിൻ്റെ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളും, കൂടാതെ എമർജൻസി അല്ലെങ്കിൽ ആ ഒരു DPFൻ്റെ റീജനറേഷൻ, കൂടാതെ ലൈറ്റുകളുടെ അല്ലെങ്കിൽ ഫോഗ് ലാംപ്സ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടാതെ കപ്പ് ഹോൾഡറുകളുണ്ട്. കപ്പ് ഹോൾഡറിന് മാത്രമല്ല ഇവിടെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് മാത്രമല്ലാതെ ഇവിടെ നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിലെ ലോക്കബിൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. പിന്നെ ഒരു USB പോർട്ടും ഒരു കബി ഹോളും കാണുന്നുണ്ട്. ഇതാണ് പവറിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. അത് മാത്രമല്ല വലിയ ഡാഷ്ബോർഡാണ്, ഭംഗിയുള്ള ഡാഷ്ബോർഡാണ് എന്നുള്ളതാണ്. ഇനി ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്. അതിനകത്തേക്ക് ഞാൻ കാര്യമായിട്ട് പോകുന്നില്ല, എന്നാൽ കൂടി ആ ഒരു റെസ്പോൺസീവ് കാണിക്കുക. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലുള്ള USB മിററിംഗ് ഉള്ള ഒരു സ്റ്റീരിയോ ആണത്. കെൻവുഡിൻ്റെ സ്റ്റീരിയോയുടെ റിവ്യൂയിലേക്ക് ഞാൻ പോകാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യം നടക്കുന്ന റെസ്പോൺസീവ് ആയിട്ടുള്ള ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള സ്ക്രീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് മാത്രമല്ല ആ ഒരു ഡീഫ്രോസ്റ്റർ ആയിട്ടുള്ള ആ ഒരു വെൻറ്റുകൾ നമുക്ക് മുമ്പിലും കാണാം, ആ ഒരു ഗ്ലാസിൻ്റെ. ഇനി മുകളിലായിട്ട് SOS ബട്ടൺ ഉണ്ട്, ആ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് ബാക്കിലേക്കുള്ള AC കൺട്രോൾസ് ആണ്. കൂടാതെ ഒരു ലൈറ്റ് കൂടി കാണാമെന്നുള്ളതാണ്. ഇനി സൺവൈസറുകളാണെങ്കിലും അത്യാവശ്യം വലിയ സൺവൈസേഴ്സാണ്. അതിലൊരു മിറർ കൂടി കൊടുത്ത് നമ്മൾ ലക്ഷറായിട്ട് കാണാം. അത് മാത്രമല്ല ഇവിടെ ആ ഒരു ലോക്ക് അൺലോക്ക് ബട്ടണും ആ ഒരു പവർ വിൻഡോസിൻ്റെ ബട്ടണും കാണാം. അത് മാത്രമല്ല ഈ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഈ ഒരു സീറ്റിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടെ കൺസോളായിട്ടാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്ക്, ഒരു ബിഗർ ഹാൻഡ് ബ്രേക്ക് ആണ്. അത് മാത്രമല്ല സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഇരിപ്പൊക്കെ ഉള്ളത് നമുക്ക് റീച്ചും ടിൽറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഹെഡ് റെസ്റ്റ് കണ്ടോ. കൂടാതെ ഈ ഒരു സീറ്റിൻ്റെ സപ്പോർട്ടൊക്കെ കൊള്ളാം. അതായത് ഡ്രൈവർക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു അർബാനിയ എന്നുള്ളതാണ്. ഈ ഒരു ലിവർ കണ്ടോ, 2 സൈഡിലും ഈ ഒരു ലിവർ കൂടി ഉണ്ട് എന്നുണ്ട് പറയാം. ഇപ്പോൾ ലോങ് വീൽബേസ്, ഇപ്പോൾ നമ്മൾ വിലയുടെ കാര്യം പറഞ്ഞപ്പോൾ ആൾക്കാർ കമൻറ്റ് കുറേ കാര്യമുണ്ട്, പ്രൈസ് കൂടുതലാണ്, ആര് മേടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ വണ്ടിയുടെ ഒരുപാട് വേരിയൻസ് റോഡിൽ കാണാനുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകളാണെങ്കിലും അതല്ലെങ്കിൽ ട്രാവൽസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പേര് വണ്ടി വാങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്നൊക്കെ ആ ഒരു ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന നമ്മൾ ഇഷ്ടംപോലെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടികൾ നന്നായാൽ പ്രൈസ് പോയിന്റ് ഒരു വിഷയമല്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക്. ഇനി ഈ മീറ്റർ കൺട്രോൾ നിങ്ങൾക്ക് കാണാം, ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ആ ഒരു ചെറിയ MID. ആ MIDക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടോഗിൾ ചെയ്യാം. ടോഗിൾ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഒരു ഓടോ സ്പീഡോ അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്റ്റൻസ് ടു empty അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം MID ഉള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ എന്നൊക്കെ പറയാം. സ്റ്റിയറിങ്ങിൻ്റെ ഇടതുവശത്തായിട്ട് ആ ഒരു വൈപ്പറും വലതുവശത്തായിട്ട് ആ ഒരു ഹെഡ് ലാമ്പ് കൺട്രോൾസും കാണാം. ഇനി ഇവിടെ ഒരു ചെറിയ ഒരു അടച്ചു വെച്ച ഭാഗമുണ്ട്. അവിടെ ആ ഒരു ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് കാണാമെന്നുള്ളതാണ്. താഴെ ഒരു ചെറിയ ഒരു
കബ്ബി ഹോൾ കൂടി ഉണ്ട്, അത്യാവശ്യം സംഗതികൾ വെക്കാനായിട്ട്. ഇതിൻ്റെ ഓടിക്കാനുള്ള രസം, അതായത് പ്രൈവറ്റ് വണ്ടി വാങ്ങുമ്പോൾ എപ്പോഴും ഡ്രൈവിംഗ് കൂടി നോക്കണം. അതായത് ഡ്രൈവറെ വെച്ചായിരിക്കില്ല മിക്കവാറും ഓടിക്കാൻ, നമ്മൾ ആരെങ്കിലുമൊക്കെ ഓടിച്ചുകൊണ്ട് പോയിരിക്കും. ആ ഒരു കാര്യത്തിൽ ഓടിക്കാൻ നല്ല സുഖമുണ്ട്. മാത്രമല്ല ഈ ഒരു സസ്പെൻഷൻ്റെ ഒരു മികവ് എടുത്ത് പറയേണ്ടതാണ്. തുള്ളി വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈസുകളൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഫ് പ്രൈസ് ആട്ടോ. ഏറെക്കുറെ ടാക്സും ആ വിലയൊക്കെ കണക്കൂട്ടി വെച്ചുള്ള പ്രൈസാണ്. അതായത് കറക്റ്റായിട്ടുള്ള പ്രൈസിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് കാലം എടുക്കുമ്പോഴേ ശരിക്കും ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്കകത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള കാര്യമാണ്. അതായത് വണ്ടിക്കകത്തുള്ള എല്ലാവരോടും വർത്താനം പറഞ്ഞ് യാത്രയുള്ള അത്രയും റിഫൈൻഡായിട്ട് തോന്നി. ഇപ്പോൾ നമ്മൾ അൺലെസ് നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ 2000 RPM തീർച്ച സൗണ്ട് കുറവാണ്. അതുപോലെ ഫുൾ റോ AC ഉള്ളതുകൊണ്ട് അത് കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ നല്ല ചൂടുള്ള ഈ സ്ഥലത്ത് കൂടി AC നല്ല കംഫർട്ടായിട്ട് നമുക്ക് ആ ഒരു ഇരുന്ന് യാത്രയായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ക്ലച്ച് ലൈറ്റാണ്, കാർ പോലെ തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. പക്ഷേ എനിക്ക് തോന്നുന്നു ടോർക്കിൻ്റെ 350 Nm ടോർക്കിൻ്റെ ഒരു പര്യാപ്തത കൊണ്ട് 5ാമത്തെ ഗിയർ അല്ലെങ്കിൽ 4ാമത്തെ ഗിയറിൽ നമുക്ക് വളരെ കുറഞ്ഞ സ്പീഡിൽ, ഞാൻ പോകുന്നത് ഏകദേശം 40 km സ്പീഡാണ്. ഈ 40 km സ്പീഡിലും വലിയ എഞ്ചിന് വലിയ സ്ട്രെയിനൊന്നുമില്ല. അതങ്ങ് വലിച്ചു കയറി പോകുന്നുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു എഫേർട്ടിലാണ്ട് ഓടിക്കാൻ പറ്റും. ബ്രേക്ക് എന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരു കാറിനോട് സമാനമായ അല്ലെങ്കിൽ ഒരു SUV സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഒരു വണ്ടി, അതാണ് അർബാനിയ. ഇപ്പോൾ 10 സീറ്റർ, അതുപോലെ 13 സീറ്റർ, അതുപോലെ 17 സീറ്റർ, മാത്രമല്ല ഈ ഒരു 9 സീറ്റർ വരുന്നുണ്ട്. 9 എന്നല്ല പറഞ്ഞാൽ ഓടിക്കുന്ന 9 സീറ്റർ ആണെന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ 9 സീറ്ററിലുള്ള ഒരു പ്രൈവറ്റ് വേർഷൻ, അങ്ങനെയുള്ള ഒരുപാട് വകഭേദങ്ങൾ ഈ വണ്ടിക്ക് തീർത്തും ഒരു നമ്മുടെ നിരത്തിലൊരു റിലവൻസ് ഉണ്ട്. കാരണം നമ്മുടെ ആളുകൾ എപ്പോഴും വാൻ ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, വാൻ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ കാരവാൻ ഉണ്ടാക്കണം അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതുപോലുള്ള വണ്ടിയൊക്കെ മേടിച്ചാൽ നമുക്ക് കൺവേർട്ടൊന്നും ചെയ്യാതെ തന്നെ ഇടയ്ക്ക് രാത്രി വേണമെങ്കിൽ ആ നടുവിലെ പാസേജിൽ പായൊരിച്ച് കിടന്നാലും ശരിക്കും അങ്ങനെ കിടക്കാനൊക്കെ പറ്റുമായിരിക്കും യാത്ര പോകുന്ന ആളുകൾ എന്താ പറയുന്നുള്ളത്. അപ്പോൾ അർബാനിയയ്ക്ക് തീർത്തും ഒരു റിലവൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്നോവ ഹൈക്രോസ് ഒരു വലിയ വണ്ടിയാണ്. ആ വണ്ടിക്ക് ഏകദേശം ഒരു ഫുൾ ഓപ്ഷൻ ആകുമ്പോഴേക്കും ഏകദേശം 36 ലക്ഷം രൂപ 37 ലക്ഷം ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 9 സീറ്റുള്ള വലിയ ഹൈ റൂഫായിട്ടുള്ള ഇരിക്കാവുന്ന ആ ഒരു വണ്ടി, നേരത്തെ ഉള്ള വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര പെട്ടെന്ന് ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളത് പറയാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ മോണോകോക്ക് നിർമ്മിതിയാണ്. ഇതിൻ്റെ ഒരു സ്ട്രെച്ചബിലിറ്റി, അതായത് നമ്മൾ കണ്ടതാണ് ആ 3 വേരിയൻറ്റിലും സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ശരിക്കും കാണാനും ഒരു കൗതുകമുണ്ട്, രസമുണ്ട്, ഒരിത്തിരി ഹൈടെക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം റെയിൽവേയിലെ ആ ഒരു വന്ദേ ഭാരത് പോലെ റൂട്ടിലെ വാനുകൾക്കിടയിലെ ഒരു വന്ദേ ഭാരതാണ് ഈ ഒരു വണ്ടി എന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ് ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുള്ളൂ, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മൾ ഇന്നലെ അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.